നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. RCBയുടെ ഇത്തവണത്തെ ക്യാപ്റ്റനായിട്ട് രജത് പട്ടിദാറെ പ്രഖ്യാപിച്ചല്ലോ. വ്യത്യസ്തമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് പട്ടിദാറിൻ്റെ വരവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പട്ടിദാർ താനൊരു തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ പാനിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് താൻ നിരീക്ഷിക്കുന്നുണ്ടാവും. എന്നിട്ട് കാമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണ് തൻ്റെ രീതി എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നു. രജത് പട്ടിദാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, മൈ വേ ഓഫ് ക്യാപ്റ്റൻസി ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. എൻ്റെ ക്യാപ്റ്റൻസിയുടെ രീതി കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ വളരെ ക്വയറ്റാണ്, കാമാണ്. അറ്റ് ദി സെയിം ടൈം ഗെയിം സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് നല്ല അവയർനെസ് ഉണ്ടാവും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടാവും. ഞാൻ അധികമൊന്നും എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. ഞാൻ പ്രഷർ സിറ്റുവേഷനിൽ പാനിക് ആവുന്ന ആളല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്നുകൂടി രജത് പട്ടിദാർ വ്യക്തമാക്കുന്നു. അതേസമയം വിരാട് കോഹ്ലി നമുക്കറിയാം, വളരെ എക്സ്പ്രസീവായിട്ടുള്ള ആളാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാമായിട്ടല്ല അദ്ദേഹത്തെ നമ്മൾ കാണാറുള്ളത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ എക്സ്പീരിയൻസും ഐഡിയാസും തനിക്ക് ലീഡർഷിപ്പിൽ ഹെൽപ്പാവുമെന്ന് തന്നെ രജത് പട്ടിദാർ പറയുന്നുണ്ട്. ദി എക്സ്പീരിയൻസ് ആൻഡ് ഐഡിയാസ് ഓഫ് വിരാട് കോഹ്ലി വിൽ ഹെൽപ്പ് മീ ഇൻ മൈ ലീഡർഷിപ്പ് എന്നുള്ളൊരു പ്രതീക്ഷ രജത് പട്ടിദാർ പങ്കുവെക്കുന്നു. അതേസമയം പട്ടിദാറിൻ്റെ വരവിൽ കോഹ്ലിക്കുള്ളൊരു പ്രാധാന്യം ആൻഡി ഫ്ലവർ പറയുന്നുണ്ട്. വിരാട് രജത്തിനെ വളരെയധികം ഒരു പ്ലെയർ എന്ന നിലയിലും പേഴ്സൺ എന്ന നിലയിലും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപാട് ഞങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ആ സീസൺ ആകെ മാറ്റിമറിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാഫിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ ആൻഡി ഫ്ലവർ പറയുന്നു. ചുരുക്കത്തിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ട്, കോഹ്ലിയും പട്ടിദാറും തമ്മിലുള്ള ബോണ്ട് വളരെ മികച്ചതാണ് എന്നാണ് ആൻഡി ഫ്ലവർ പറയുന്നത്. അത് ടീമിനെ സ്മൂത്തായി കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും ഇരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇടുത്താം.